നമസ്കാരം. ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന്റെ ഭാഗമായി യമനിൽ നിന്നുള്ള ഹൂതികൾ ചെങ്കടലിലുണ്ടാക്കുന്ന ചില നീക്കങ്ങൾ അത് ലോകത്തെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥപ്പെടുത്തുന്നത്. ഇസ്രായേലിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമായ എല്ലാ ചരക്ക് കപ്പലുകളും തങ്ങൾ ആക്രമിക്കുമെന്ന് യമനിൽ നിന്നുള്ള ഹൂതികൾ പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ആഴ്ചകൾ പിന്നിടുന്നു. ഇതിനിടയിൽ ചെങ്കടലിലൂടെ ചരക്കുമായി നീങ്ങിയ നിരവധി കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്തായാലും ചെങ്കടലിൽ ഒരു സഖ്യം രൂപീകരിച്ചുകൊണ്ട് ഹൂതികളെ ചെറുക്കാമെന്നതായിരുന്നു അമേരിക്കയുടെ ബുദ്ധി. പക്ഷേ ചില സഖ്യകക്ഷികൾ പിന്നോട്ട് പോയതോടുകൂടി ഈ ശ്രമം അമേരിക്കയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഹൂതികളോട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സാക്ഷാൽ സൗദി അറേബ്യ തന്നെയാണ്. എന്തായാലും സൗദി അറേബ്യയും UAEയും ഏറെക്കാലം യമനിൽ ഹൂതികളുമായി പോരടിച്ചിട്ടുണ്ടായിരുന്നു. 10,000 കൊല്ലപ്പെട്ടു എന്നതല്ലാതെ ഹൂതികളെ പരാജയപ്പെടുത്താൻ ഒരിക്കലും ഒരു രാജ്യത്തിനും കഴിഞ്ഞിട്ടുമില്ല. ഏറ്റവും ഒടുവിലായി എത്തുന്ന വാർത്ത എന്തെന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള 2 കപ്പലുകൾ കൂടി ഹൂതികൾ ആക്രമണത്തിന് ഇരയാക്കി എന്നതാണ്. റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിക്കാൻ തുടങ്ങിയതോടുകൂടി ചെങ്കടൽ പാത ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുന്നത് ഇന്ത്യ തന്നെയാണ്. ഈ വഴി അടഞ്ഞു പോയാൽ ഇന്ത്യക്കുണ്ടാകുന്ന സാമ്പത്തിക പ്രാരാബ്ദം ചെറുതായിരിക്കില്ല. പ്രതിവർഷം 20,000 കോടി ഡോളറിന്റെ വ്യാപാരമാണ് സൂയസ് കനാൽ വഴി ഇന്ത്യ നടത്തുന്നത് എന്നാണ് അനൌദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ചെങ്കടൽ പാത ഒഴിവാക്കി ഇന്ത്യക്ക് മറ്റൊരു പാതയുണ്ട്. അത് ആഫ്രിക്ക വഴിയുള്ള വളഞ്ഞ വഴിയാണ്. പക്ഷേ ഇതിന് ചെലവ് കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ സുരക്ഷിതമായ മറ്റൊരു പാത ഒരുക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഇറാൻ വഴി ഹൂതികളുമായി ഒരു ചർച്ച നടത്തുക, സൈനിക നീക്കം നടത്തുക, അല്ലെങ്കിൽ മേഖല ശാന്തമാകുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുക എന്നീ 3 നിർദ്ദേശങ്ങൾ മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ ഏറ്റവും അധികം ഇന്ത്യ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുള്ളത് ഇറാനുമായുള്ള സൗഹൃദം മുതലെടുത്തുകൊണ്ട് ഹൂതികളുമായി ഒരു സമാധാന ചർച്ച നടത്തുക എന്നതാണ്. അങ്ങനെ ഇറാൻ വഴി ഹൂതികളുമായി ഇന്ത്യ ഒരു ചർച്ച നടത്തി ചെങ്കടലിലുള്ള ഇത്തരം ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെങ്കിൽ അത് നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന നേട്ടങ്ങൾ ചെറുതാവില്ല. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.